ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും നമ്മുടെ കർത്താവും രക്ഷിതാവും മഹത്വത്തിൻ്റെ പ്രത്യാശയും വീണ്ടും വരുന്നവനുമായ നസ്രയനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. യേശു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് മൊഴിഞ്ഞ രണ്ടാമത്തെ മൊഴിയാണ് ഇവിടെ നാം പറയുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യം. യേശു അവനോട്, ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇൻ്റെക്ക് നീ എന്നുടനെ കൂടെ പരിപ്പത് ചിലരവായി, എൻ്റെ മെയ്യാകവേ ഉനക്ക് ചെല്ലാകിറേൻ என்றார். उसने उसे कहा, मैं तुझसे सच कहा तें तू कि आज ही तू मेरे साथ 100 लोगों में होगा. And Jesus said unto him, Verily I say unto thee, today shalt thou be with me in paradise. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. പാപികളോട് ക്ഷമിക്കുവാൻ പിതാവിനോട് ചെയ്ത പ്രാർത്ഥനയായിരുന്നു ഒന്നാമത്തെ മൊഴി. യേശു ക്രൂശിൽ മരിച്ചു, ആദ്യത്തെ മൊഴി പ്രഖ്യാപിച്ചു. പ്രഖ്യാപിക്കുന്നതിന് ശേഷം യേശു ക്രൂശിൽ മൗനമായിട്ട് കിടക്കുകയാണ്. പാപികൾക്ക് വേണ്ടി ആദ്യം ക്രിസ്തു തൻ്റെ ചുണ്ടുകൾ ചലിപ്പിച്ചു എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതമെന്നവണ്ണം പാപക്ഷമ നൽകുന്നതായിരുന്നു തൻ്റെ രണ്ടാമത്തെ മൊഴി. ശത്രുക്കൾ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ യേശു മിണ്ടിയില്ല. നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, അപ്പോൾ നിന്നെയും ഞങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് അവർ പറഞ്ഞു. അപ്പോഴും കർത്താവ് ഒരക്ഷരവും മിണ്ടിയില്ല. തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളൻ അപ്രതീക്ഷിതമായിട്ടാണ് കരുണാമൂർത്തിയായ കർത്താവിനോട് തൻ്റെ ഇംഗിതം അറിയിച്ചത്. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നോ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ദൈവികമായ നിർണയത്തെ യേശു തൻ്റെ ജീവിതത്തിലൂടെ ക്രൂശിലൂടെ മാനവ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. 5 ചെറിയ ചിന്തകളിലൂടെ ഈ ധ്യാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത, ക്രൂശ് എല്ലാം ദൈവിക നിർണയപ്രകാരം ആയിരുന്നു. ക്രൂശ്, ഉയർത്തപ്പെട്ട ക്രൂശ് ദൈവിക നിർണയപ്രകാരം ആയിരുന്നു. യേശു 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിക്കപ്പെട്ടത് യാദൃച്ഛികമായ സംഭവം അല്ല. ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ജഗത്തിലെല്ലാം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ മുൻനിർണയത്താലാണ് എന്ന് ഇവിടെ വെളിവാക്കപ്പെടുകയാണ്. നീ അഭിഷേകം ചെയ്ത് യേശു എന്ന നിൻ്റെ പരിശുദ്ധനെ വിരോധമായി ഹേരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിൻ്റെ കൈയും നിൻ്റെ ആലോചനയും മുന്നയിച്ചത് ഒക്കെയും നീ ചെയ്തിരിക്കുന്നു എന്ന് വെളിപാടാണ് ഇവിടെ നൽകുന്ന സത്യകരമായ അനുഭവം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ. അതിക്രമക്കാരോടൊപ്പം ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ പീലാത്തോസ് വിധിച്ചത് യാദൃച്ഛികം ആയിരുന്നില്ല, മറിച്ച് ദൈവിക നിർണയം പ്രാവർത്തികമാക്കുകയായിരുന്നു. ഈ സംഭവത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവ്
ഇതിനെക്കുറിച്ചുള്ള വിവരണം നൽകിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ തൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. ദൈവത്തിൻ്റെ പരിശുദ്ധൻ അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുന്ന അനുഭവത്തെ വേദപുസ്തകം വരച്ചു കാണിച്ചിരിക്കുകയാണ്. സാക്ഷാൽ നമ്മുടെ പാപങ്ങളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ കണ്ണുനീരുകളെ, നമ്മുടെ നിരാശകളെ ഏറ്റെടുത്ത സ്വർഗീയനായ കർത്താവ് ക്രൂശിലെ തൻ്റെ സാന്നിധ്യം നിമിത്തം കള്ളന്മാരുടെ നടുവിൽ കിടന്നുകൊണ്ട് തൻ്റെ തിരുവായി മൊഴിഞ്ഞ് നമ്മോട് സംഭാഷിച്ചതൊക്കെയും നാം ആത്മീക അർത്ഥത്തിൽ മുന്നൊരുക്കത്തോടുകൂടെ കാണേണ്ടുന്നത് അനിവാര്യമായിരിക്കുന്നു. നമ്മുടെ കർത്താവ് എത്രത്തോളം നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായി എന്ന് ഇത് തെളിയിക്കുകയാണ്. പരമോന്നതനായ ദൈവം ഭൂമിയിൽ മനുഷ്യനായി ജഡാവതാരം നടത്തുകയും തൻ്റെ താഴ്ചയെ വെളിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. മാനവരാശിക്ക് വേണ്ടിയായിരുന്നു യേശു ആ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പൂജാതനായത്. ഇന്ന് മനുഷ്യരുടെ പാപത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി, മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ദൈവിക നിർണയപ്രകാരം യേശു ക്രൂശിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ നമുക്ക് വേണ്ടി യാഗം ആയിരിക്കുകയാണ്. ഈ ധന്യമായ നിമിഷത്തിൽ ദൈവത്തിൻ്റെ മുൻ നിർണയത്തെ ഞാനും നിങ്ങളും ഹൃദയത്തിൽ സ്ഥാനം നൽകി ഏറ്റെടുക്കണമെന്നുള്ളത് അഭികാമ്യമായ ഒന്നാമത്തെ ചിന്തയാണ്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് കാൽവരി ക്രൂശിൽ 3 ക്രൂശുകൾ ഉയരപ്പെട്ടു എന്നുള്ളതാണ്. കാൽവരി ക്രൂശിൽ 3 ക്രൂശുകൾ ഉയരപ്പെട്ടു. യേശു രക്ഷകൻ്റെ വീണ്ടെടുപ്പിനായി മറ്റൊന്ന് അനുതപിക്കുന്ന പാപിയെയും, മൂന്നാമത്തേത് രക്ഷയെ നിരസിച്ചുകൊണ്ട് രക്ഷകനെ അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന കള്ളനെക്കുറിച്ചുമാണ്, ദുഷ്പ്രവർത്തിക്കാരെയും കുറിച്ചുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒരേ സമയത്ത് ക്രൂശീകരണത്തിന് വിധേയരായരായിരുന്നു ഈ 2 ദുഷ്പ്രവർത്തിക്കാരും. ഇരുവരും ക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരേ അകലം പ്രാപിച്ചാണ് കിടന്നിരുന്നത്. കഴിഞ്ഞ 6 മണിക്കൂറിലധികം സമയം ഈ ക്രൂശിൽ അനുഭവിച്ച ദാരുണമായ സംഭവ വികാസങ്ങളെ മുഴുവനായും ശ്രദ്ധിച്ചവരായിരുന്നു ഈ ദുഷ്പ്രവർത്തിക്കാരായ 2 കള്ളന്മാർ. ഈ ദാരുണ സംഭവങ്ങൾക്കെല്ലാം 2 പേരും ഒരേ അളവിൽ സാക്ഷികളും ആണ്. 2 പേരും കുപ്രസിദ്ധ കുറ്റവാളികളാണ്. മരണത്തെ അഭിമുഖീകരിക്കുന്ന ഇരുവരും അനുഭവിക്കുന്ന വേദന വാക്കുകൾക്ക് അതീതമാണ്. പാപക്ഷമ ലഭിക്കേണ്ടവരാണിവർ. എന്നിട്ടും ഒരുവൻ തൻ്റെ പാപത്തിൽ തന്നെ അനുതപിക്കാതെ മരണത്തെയും നിത്യ നരകത്തെയും അഭിമുഖീകരിച്ചു എന്നാണ് വേദപുസ്തക പണ്ഡിതന്മാരുടെ അഭിപ്രായമായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയുക. മറ്റവനോ ക്രിസ്തുവിനെ കാണുകയും വിശ്വസിക്കുകയും പാപക്ഷമ നേടി പറുദീസയ്ക്ക് അവകാശിയായി തീരുകയും ചെയ്യുകയാണ്. കഷ്ടത ഒരിക്കലും മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുകയില്ലെന്ന് പാഠം ലോകത്തെ പഠിപ്പിക്കുകയാണ് അനുദപിക്കാത്ത കള്ളൻ ഇവിടെ ചെയ്യുന്നത്. ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമോ ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവികമായ അവബോധമോ അവനിൽ അല്പം പോലും ഇല്ലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ ഞാനും നിങ്ങളും തിരിച്ചറിയണം. അവൻ്റെ കഠിന ഹൃദയം അധികം കഠിനപ്പെട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. സുവിശേഷം ഒരു വ്യക്തിക്ക് മറഞ്ഞിരിക്കുമ്പോൾ മറ്റൊരു വ്യക്തിക്ക്
അത് വെളിപ്പെടുന്നു എന്നുള്ളതാണ്. ഒരുവൻ സുവിശേഷം കേട്ട് ഉദാസീനനായി മടങ്ങിപ്പോകുന്നു, മറ്റൊരുത്തനോ ദൈവവചനം കേട്ട് അനുതപിച്ച് പശ്ചാത്താപത്തോടുകൂടെ യേശുവിലേക്ക് ചേർന്ന് പുതിയ വീണ്ടെടുപ്പിൻ്റെ ഉണർവിനെ അവൻ പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. സന്തോഷത്തോടുകൂടെ സകല മനുഷ്യരും രക്ഷ പ്രാപിച്ചതും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുമെന്നും ഇച്ഛിക്കുന്നവരായിട്ട് മാറുവാനത്രേ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. 1 തിമോഥെയോസ് 2:4 വ്യക്തമായിട്ട് അത് നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ചിന്തയെന്ന് പറയുന്നത് കാൽവരി ക്രൂശിലെ രക്ഷകരമായ പദ്ധതി ക്രിസ്തു നടുവിൽ ആകുകയാണ്. കാൽവരിയിൽ ഉയർത്തപ്പെട്ട ക്രൂശിൻ്റെ നടുവിൽ രക്ഷാകരമായ പദ്ധതിയുമായി യേശു നടുവിൽ കിടക്കുകയാണ്. ദുഷ്പ്രവർത്തിക്കാരെ ഇടത്തും വലത്തുമായി ക്രിസ്തുവിന് നടുവിലായും ക്രൂശിച്ചത് ദൈവിക നിർണയം ആയിരുന്നു. ഒരു ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അതൊരു മുൻ നിയമനമായിരുന്നു. മാനുഷികമായി മറ്റു ചില കാരണങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടായേക്കാം. എന്നാൽ ക്രിസ്തുവിനെ അവഹേളിക്കുക എന്ന ലക്ഷ്യമായിരുന്നു പീലാത്തോസും പടയാളികൾക്കും മുഖ്യമായി ഉണ്ടായിരുന്നത്. മാത്രവുമല്ല, ഏറ്റവും വലിയ കുറ്റവാളിയായി അവൻ കണ്ടത് ക്രിസ്തുവിനെ ആയിരുന്നു. ലോകത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാത്ത, എല്ലാവരിലും വ്യസനപാത്രരായി മാറുവാൻ, മരണത്തെ പുൽകി ലോക അപവാദങ്ങളെ ചുമന്നതുകൊണ്ട്, ലോക അപവാദങ്ങളെ സ്വന്തം ശിരസ്സുകൊണ്ട് ഏറ്റെടുത്ത ക്രിസ്തുവിനെ ലോകത്തിൽ കുപ്രസിദ്ധരായ കുറ്റവാളികളോടൊപ്പം അവനെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം ശ്രമിച്ചത് ഏറ്റവും ദയനീയമായ ഭയാനകമായ അനുഭവമായിട്ട് ഞാനും നിങ്ങളും കാണേണ്ടുന്നത് അത്യാവശ്യമാണ്. യെശയ്യാവ് 53:2 വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, പ്രഥമമായി അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ എന്ന് വചനം നമ്മെ സവിസ്തരം ഓർമ്മപ്പെടുത്തുകയാണ്. തിരുവെഴുത്തിൻ്റെ നിവർത്തീകരണമാണ് യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മീകമായ വിശ്വാസത്തെയും പ്രത്യാശയും ലോകത്തിന് ദൈവം നൽകിക്കൊണ്ട് പുത്രനാകുന്ന ക്രിസ്തു ഇരു കള്ളരുടെയും നടുവിൽ കിടക്കുവാൻ തക്കവണ്ണം മുഖാന്തരം ഒരുക്കപ്പെട്ടത്. ഇന്ന് നാം കാണുന്ന ആത്മീകമായ തേജസ് ക്രിസ്തു ക്രൂശിലൂടെ നൽകിയ വീണ്ടെടുപ്പിൻ്റെ ഏറ്റവും വലിയ പരിസമാപ്തിയിലേക്ക് നമ്മെ കൊണ്ട് എത്തിക്കുവാൻ കഴിയുകയാണ്. ക്രിസ്തുവിൻ്റെ സ്ഥാനം നടുവിലാണ്. ദൈവിക തൃത്വത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ആ ത്രിയേക ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിലും പുത്രൻ മധ്യഭാഗത്താണ്. യേശു ഈ ക്രൂശിൻ്റെ നടുവിൽ, ഇരു കള്ളരുടെ നടുവിലായിരിക്കുമ്പോഴും നടുവിലാണ്. പുത്രൻ ലോകക്കാർക്ക് വേണ്ടി യാഗമായത് നടുവിൽ തൻ്റെ ജീവനെ നൽകിക്കൊണ്ട് മാത്രമാകുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് ഗലീല പുരുഷന്മാരോടൊപ്പം ഗലീല പ്രദേശത്ത് ക്രിസ്തുവിൻ്റെ മഹത്വത്തെ അവർണ്ണനീയമായി പ്രഖ്യാപിച്ചത് കർത്താവിൻ്റെ തിരുവെഴുത്തുകളിൽ ദൈവഹിതപ്രകാരമായിരുന്നു എന്നുള്ളതും സ്പഷ്ടമായിട്ട് ഞാൻ നിങ്ങളും മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ്. 7 പൊൻനിലവിളക്കുകളുടെ മധ്യേ രാജാതിരാജാവായിട്ട് നിൽക്കുന്നതും ഈ കർത്താവ് തന്നെയാണ്. ഈ കർത്താവിൻ്റെ മഹിമയെ കണ്ട്, ഈ കർത്താവിൻ്റെ മഹിമയിലൂടെ ലോകത്തിന് അഭയം പ്രാപിക്കുവാനും രക്ഷാകരമായ പദ്ധതിയിലേക്ക് പ്രവേശിച്ച് വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിലൂടെ ലോകത്തിൻ്റെ മധ്യേ ജീവിക്കുന്ന യഥാർത്ഥ സാക്ഷികളായി തീരുവാൻ ക്രിസ്തു നമ്മെ അതിനുവേണ്ടി ആഹ്വാനിക്കുകയാണ്. അതിനുവേണ്ടി നമ്മോട് ഇടപെടുകയാണ്. അവനോടൊപ്പം ചേർന്ന് ഒരു പുതിയ
ആത്മീക രക്ഷയുടെ പദ്ധതിയിലേക്ക് ചേരപ്പെടുവാൻ തക്കവണ്ണം ക്രൂശിൽ ഉയർത്തപ്പെട്ട ആ കാൽവരിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നേറാം. നാലാമത്തെ ചിന്ത എന്ന് പറയുന്നത് രക്ഷ കൃപയാൽ ആകുന്നു എന്നുള്ളതാണ്. അനുദപിച്ച കള്ളനിൽ ദൈവത്തിൻ്റെ കൃപാമഹത്വം വെളിപ്പെട്ടു എന്നുള്ളത് വാസ്തവമായ സംഗതിയാണ്. രക്ഷ പൂർണ്ണമായും കൃപയാലാണ് ലഭിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ദൈവത്തിൻ്റെ ദാനമാകുന്ന ജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള ആത്മീക ചൈതന്യമുള്ള പ്രവർത്തനമാണ് രക്ഷാകരമായ പദ്ധതിയിലേക്ക് മനുഷ്യനെ കൊണ്ട് എത്തിക്കുന്നത്. മാനസാന്തരവും ദൈവകൃപയെ വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ആവശ്യകതയാണ്. മറ്റുള്ള ചിന്തകളിലേക്ക് നോക്കുമ്പോൾ കള്ളനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അഭിമാനിക്കാവുന്നതായി ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അഭിമാനിക്കുവാൻ ഒന്നും തന്നെ ഇല്ലാത്തവനാണ് ക്രൂശിൽ കിടന്ന കള്ളൻ. മാനസാന്തരത്തിന് മുമ്പ് അവനൊരു സാന്മാർഗിക ജീവിതം ഉണ്ടായിരുന്നില്ല. മാനസാന്തരത്തിന് ശേഷം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവന് അല്പം സമയമേ ലഭിച്ചിരുന്നുള്ളൂ എന്നുള്ളത് വാസ്തവമായ സംഗതിയായിരുന്നു. ഒപ്പം കാറ്റിൽ പറത്തി അവൻ വിലസുകയായിരുന്നു. ഒരു നിയമത്തിനും അവനെ രക്ഷിക്കുവാനോ നന്നാക്കുവാനോ കഴിയാത്ത നിലയിൽ നിയമനിഷേധിയായിട്ടാണ് ക്രിസ്തുവിനെ അഭിമുഖീകരിക്കുന്നത് വരെയും അവൻ ജീവിച്ചത്. മാനസാന്തരത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ അവൻ മരണം വഴിയായി ലോകത്തോട് വിട പറഞ്ഞു. ഒരു പുതു കൃപയുടെ രക്ഷയുടെ അടിസ്ഥാനം അവനിൽ ക്രിസ്തു വിഭാവന ചെയ്യുകയായിരുന്നു. രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപാദാനമാണെന്നതിന് ഇതിലേറെ തെളിവുകൾ വേറൊന്നും തന്നെ വേണ്ട. ഒരു സാന്മാർഗിക ജീവിതം കെട്ടിപ്പടുക്കണമെന്ന വ്യവസ്ഥയിലല്ല, മറിച്ച് കൃപയിൽ നിന്ന് വീണ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള പഠിപ്പിക്കലും അർത്ഥശൂന്യതയുമാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. എല്ലാം ദൈവത്തിൽ സർവതിശയമായ കൃപ മാത്രമാണ് തേജസ്കരിക്കപ്പെട്ട കർത്താവിൻ്റെ ദർശനം ലഭിച്ച പൗലൂസിൻ്റെ ജീവിതത്തിന് പുതിയ അർത്ഥതലം ഉണ്ടാക്കിക്കൊടുത്തത്. മാനസാന്തരത്തിന് മുമ്പ് മാതൃകാപരമായ സാന്മാർഗികനിഷ്ഠ ജീവിതം ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ശൗൽ. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യനായിരുന്നു. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികമെന്ന് പറഞ്ഞവനും ഈ അപ്പോസ്തലനായ പൗലോസ് മാത്രമാകുന്നു. എൻ്റെ ജഡത്തിൽ എനിക്കൊരു ശൂലം വെച്ചിട്ടുണ്ട്. ആ ശൂലം എനിക്ക് പിതാവായ ദൈവത്തോടുള്ള പുത്രനോട് ചേർന്നുള്ള ജീവിതത്തിൻ്റെ ആത്മീക അടയാളമാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് അപ്പോസ്തലൻ ഇത് വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. രക്ഷ ക്രൂശിലൂടെ സാധ്യമാണ്. രക്ഷാകരമായ പദ്ധതിയിൽ നമ്മുടെ ആത്മീക ജീവിതത്തെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ശ്രമിക്കാം. അഞ്ചാമതായിട്ട് ആരും പ്രശംസിക്കാതിരിപ്പാൻ നാം ശ്രമിക്കുക. ആരും പ്രശംസിക്കാതിരിപ്പാൻ ശ്രമിക്കുക. ക്രിസ്തുവിൻ്റെ ബാഹ്യരൂപം ഒന്നുകൊണ്ടും രക്ഷമായ കാണപ്പെടാത്ത ഏറ്റവും ദുർബലമായ നിമിഷത്തിലാണ് ഈ കള്ളൻ്റെ മാനസാന്തരം. ക്ഷീണിച്ച് അവശനായി ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ സ്വയമേ മറ്റുള്ളവരുമായി
രക്ഷിക്കാൻ ശക്തനായ ബാഹ്യ ലോകം കണ്ടില്ല. യെരുശലേമിലെ തെരുവിലൂടെ ക്രൂശ് ചുമക്കുവാൻ പോലും യേശു അശക്തനായിരുന്നു. അത്രത്തോളം കാഠിന്യമേറിയ പീഡകൾ യേശുവിൻ്റെ ശരീരത്തിൽ ഏൽക്കേണ്ടി വന്നു. യേശു നടന്നു നീങ്ങുന്നത് അവൻ കണ്ടതാണ്. ശത്രുക്കൾ ക്രിസ്തുവിന്മേൽ പ്രബലരായിരിക്കുന്നത് ശിഷ്യന്മാരും അവനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് നാം കാണുവാൻ തക്കവണ്ണം ഇടയായി. ഉപേക്ഷിച്ചു പോയി, എല്ലാവരും അശരണപ്പെടുകയാണ്. ഈ ക്രൂശിൻ്റെ മുമ്പിൽ കരഞ്ഞു വിലപിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ മുമ്പിൽ യേശു അവരെ സമാശ്വസിപ്പിക്കുകയാണ്. അതൊരു പ്രശംസയായിട്ടുള്ള വാക്കുകളാണ്. യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് തൻ്റെ സഹോദരിമാരായ അമ്മയോടൊപ്പം നിൽക്കുന്ന സ്ത്രീകളോടുള്ള തൻ്റെ സംഭാഷണം അത് വ്യക്തമാക്കുകയാണ്. കാൽവരിയിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ ക്രൂശ് മാനവ സമൂഹത്തിൻ്റെ അടയാളത്തെ സ്വാംശീകരിക്കുന്ന ആത്മീക ചിന്തയുടെ അടയാളമായിരുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി ലോകൈകനാഥനായ ക്രിസ്തു ക്രൂശിൽ മരണപ്പെട്ടത്, ക്രൂശിൽ നിന്ന് പുനരുത്ഥാനം ചെയ്ത് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് എന്നെയും നിങ്ങളെയും ആത്മീക ശുദ്ധിയുള്ളവരാക്കി ഭൂമിയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയാകുന്നു. പരിശുദ്ധനും ഉന്നതനുമായ ആ കർത്താവ് തൻ്റെ കൃപയാൽ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീക അടയാളമായ ജീവിതത്തിലൂടെ ഒരു പുനർ ഏകീകരണം ലഭ്യമാക്കിക്കൊണ്ട് ഇരു കള്ളരുടെയും നടുവിൽ മരിച്ചവനായ ക്രിസ്തു ഈ തന്നോട് അനുദപിച്ച ആ കള്ളനോട് പറഞ്ഞ വാഗ്ദത്തം, അവന് നൽകിയ പറുദീസ, അവൻ്റെ ജീവിതത്തെ രൂപാന്തരത്തിലേക്ക് ഒരു നിമിഷം മാറ്റി എന്നുള്ളത് ഏറ്റവും നിശംസനീയമായ കാര്യമാണ്. എൻ്റെയും നിങ്ങളുടെയും ആത്മീക ജീവിതത്തെ എന്നും എന്നും ശക്തമാക്കുന്ന ഒരു സാധ്യതയായി ഈ ക്രൂശിനെ കാണുവാനും ഈ ക്രൂശിനെ അനുധാപനം ചെയ്യുവാനും ഈ ക്രൂശിലൂടെ നടന്ന് വീണ്ടെടുപ്പുകാരനായ യേശുവിൽ ഒരു പുതിയ ജീവിതം നയിക്കുവാൻ, അവൻ വേഗം വരുന്നു, അവൻ്റെ പിന്നാലെ വരുന്നവൻ അവനെ അനുഗമിക്കുന്നവരായി തീരുവാനുള്ള ആജ്ഞയുള്ള ആട്ടിൻകൂട്ടമായിട്ട് തീരുവാൻ പരിശുദ്ധാത്മാവായ ദൈവം ഈ വചനത്തിലൂടെ നമ്മെ സഹായിക്കട്ടെ. പുതിയ കൃപകളും പുതിയ മാനവികതയും നമുക്ക് നൽകട്ടെ. പുത്തൻ ഉണർവോടുകൂടെ ഈ വചനത്തിൻ്റെ പ്രസക്തമായ ചിന്തകളിൽ ജീവിക്കുവാൻ പരിശുദ്ധനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.